പുതിയ വീടുകളിൽ പോലും ചെതലുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെയാണ്. അങ്ങനെ ഈ തടിയും കട്ടിലയൊക്കെ നശിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ സോളിഡ് ബ്ലോക്ക് നമ്മൾ വളരെ കംപ്രസ് ചെയ്ത് ഹോൾസ് ഒന്നും ഉണ്ടാക്കാതെ വരാതെ ഉണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് ചെതലിൻ്റെ ഇഷ്യൂസ് കാണില്ല. വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ വാൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണല്ലോ. അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിവിടെ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ സ്ട്രെങ്ത്ത്, നമ്മളിപ്പം കോളംസും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സോ ദ എൻറ്റയർ വാൾ ഈസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ദാറ്റ് യൂസ് ചെയ്യും. അപ്പം ആ സ്ട്രെങ്ത്ത് റീറ്റെയിൻ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഞാൻ നോക്കിയപ്പോൾ ലാറ്ററൈറ്റിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആണ് യൂണിറ്റ് എന്ന് തോന്നുന്നു. അതിനേക്കാളും 2 ഇരട്ടി വരെ സ്ട്രെങ്ത്ത് കിട്ടാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് ഈ സോളിഡ് ബ്ലോക്സ്. സോ ആ സ്ട്രെങ്ത്ത് കൺസിഡർ ചെയ്തു വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. രണ്ടാമത്തെ ഫാക്ടർ ചെതൽ. ഇപ്പോൾ ഈ പരിസരത്ത് ഒരുപാട് ചെതലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാറ്ററൈറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇൻറ്റേർണൽ ഹോൾ സിസ്റ്റം വരെയാണ്. അവിടെയൊക്കെ ചെതൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് പുതിയ വീടുകളിൽ പോലും ചെതലുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെയാണ്. അങ്ങനെ ഈ തടിയും കട്ടിലയൊക്കെ നശിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ സോളിഡ് ബ്ലോക്ക് നമ്മൾ വളരെ കംപ്രസ് ചെയ്ത് ഹോൾസ് ഒന്നും വരാതെ ഉണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് ചെതലിൻ്റെ ഇഷ്യൂസ് കാണില്ല.